ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക്, അതായത് ഈ ചാക്രിയ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിൽ ഇന്ന് നാം പഠിക്കുന്നത് 164 മുതൽ 171 വരെയുള്ള ഖണ്ഡികകളാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഈ 5-ാം അധ്യായത്തിൻ്റെ പേര് സ്നേഹത്തിനു വേണ്ടിയുള്ള സ്നേഹം എന്നുള്ളതാണ്. ഈ അധ്യായം ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് നാം എങ്ങനെ പ്രതികരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലൂടെ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 164-ാമത്തെ ഖണ്ഡിക അധ്യായത്തിനൊരു ആമുഖമായും 165-ഉം 166-ഉം ഖണ്ഡികകൾ വിലാപവും പ്രാർത്ഥനയും എന്ന ശീർഷകത്തിലും 167 മുതൽ 171 വരെയുള്ള ഖണ്ഡികകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം സഹോദരരിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള ആ വലിയൊരു കാര്യമാണ്. ഇങ്ങനെ 3 ഉപഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ കാണാനായിട്ട് പോവുക. 164-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ആത്മീയ അനുഭവങ്ങളും നമ്മുടെ സമർപ്പണവും എന്ന വിഷയമാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിക്കുക. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രമായ പ്രഖ്യാപനവും നമ്മുടെ ജീവിതം അവിടുത്തേക്ക് സമർപ്പിക്കാനുള്ള ക്ഷണവുമാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രമായ പ്രഖ്യാപനം, ഈശോയുടെ ഹൃദയത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹം തന്നെ. അത് സ്നേഹത്തിൻ്റെ തീവ്രമായ പ്രഖ്യാപനവും നമ്മുടെ ജീവിതം അവിടത്തേക്ക് സമർപ്പിക്കുവാനുള്ള ക്ഷണവുമാണ് ഈ വിശുദ്ധയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ ദുർബലരും നിരവധി പോരായ്മകൾ ഉള്ളവരാണെങ്കിലും നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന സത്യം സ്വതന്ത്രമായ ദൈവത്തോട് പ്രതികരിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല എന്ന് പറയുകയാണ്. നമുക്ക് നമ്മുടെ കുറവുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ട്, ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടതാണ്, ഈശോയാണ് നമ്മൾ ആദ്യം സ്നേഹിച്ചത്, പാപികളെ തേടിയാണ് അവൻ വന്നത്. അങ്ങനെ നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന സത്യം സ്വതന്ത്രമായ ദൈവത്തോട് പ്രതികരിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹത്തെ ഒട്ടും കുറയ്ക്കുന്നില്ലെന്നുള്ളതാണ്. നമ്മെ തമ്പുരാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ കുറച്ചും കൂടി തീവ്രതയോടുകൂടി ദൈവത്തോട് സ്വതന്ത്രമായിട്ട് ഈശോയെ പ്രതികരിക്കുവാനായിട്ട്, ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ സ്നേഹ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനായിട്ട് നമ്മുടെ ആഗ്രഹത്തെ കൂട്ടുകയുള്ളൂ എന്നാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കുറവുകളെ മറികടക്കുന്ന ഒന്നായി മാറുകയാണ്. നമുക്ക് കുറവുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കുറവുകളെയൊക്കെ മറികടക്കുന്ന തലത്തിലേക്ക് മാറുകയാണ്. ഈ കാര്യങ്ങളാണ് ഒരു ആമുഖമായിട്ട് 164-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുക. 165-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിലാപവും അഭ്യർത്ഥനയും എന്ന ആ ഒരു തലക്കെട്ടിലാണ് ഈ ഖണ്ഡിക പോവുക. ഈ ഭാഗത്ത് ഈശോയുടെ വേദനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശുദ്ധ മാർഗരറ്റ് മേരിക്കുണ്ടായ 2-ാമത്തെ വെളിപ്പെടുത്തലിൽ മനുഷ്യവർഗത്തോടുള്ള തൻ്റെ അനന്തമായ സ്നേഹത്തിന് പകരമായി ലഭിക്കുന്നത് നന്ദികേടും നിസ്സംഗതയുമാണ് എന്ന് ഈശോ വേദനയോട് പറയുകയാണ്. അതായത് തണുപ്പും അവഹേളനവുമാണ് ലഭിക്കുന്നതെന്ന്. നന്ദികേടും നിസ്സംഗതയും തണുപ്പും അവഹേളനവുമാണ് തനിക്ക് ലഭിക്കുന്നത്. അതായത് താൻ മനുഷ്യകുലത്തിന് നൽകിയ അനന്തമായ സ്നേഹത്തിന് അവൻ്റെ മുക്തിമുറിപ്പെട്ട ആ തിരുഹൃദയം തുറന്ന് നമ്മളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വാന്തനമേകുന്ന ഭക്തിയിലേക്ക് വളരുന്നതിന് പകരം
ഈശോ വ്യക്തമായി പറയുകയാണ്, തൻ്റെ മനുഷ്യകുലത്തോടുള്ള അനന്തമായ സ്നേഹത്തിന് പകരമായി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദികേടും നിസ്സംഗതയും തണുപ്പും അവഹേളനവുമാണ് എന്ന്. ഇത് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനുണ്ടായ രണ്ടാമത്തെ വെളിപ്പെടുത്തലിലാണ് പറയുക. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ ഈ വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പരിശുദ്ധ പിതാവ് പറയാനായിട്ട് കാരണമുണ്ട്. നമുക്കറിയാം, ഈ ചാക്രിക ലേഖനം എഴുതുന്നത് തന്നെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനുണ്ടായ ആദ്യ ദർശനത്തിൻ്റെ 350-ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. അതുകൊണ്ട് ആണ് ഈ പറയുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ കുറിച്ചുള്ള പേരുകൾ, ആ കാര്യങ്ങൾ കൂടുതൽ വരിക. ഈ കാര്യം നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തു വെക്കാം. വീണ്ടും നമുക്ക് 165 ഖണ്ഡികയിലേക്ക് തിരിച്ചു വരാം. എൻ്റെ പീഡാനുഭവത്തിൽ ഞാൻ അനുഭവിച്ചതിനേക്കാൾ വേദനാജനകമാണെന്ന് ഈശോ കൂട്ടിച്ചേർക്കുകയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് നൽകിയ രണ്ടാമത്തെ വെളിപ്പെടുത്തലിൽ. അതായത് ഈ നന്ദികേടും നിസ്സംഗതയും തണുപ്പും അവഹേളനവുമൊക്കെ തൻ്റെ പീഡാനുഭവത്തിൽ താൻ അനുഭവിച്ചതിനേക്കാൾ വേദനാജനകമായിരുന്നു എന്ന് പറയുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? നമ്മൾ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നല്ലതുപോലെ സംരക്ഷിച്ച് സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവർ തിരിച്ചു നന്ദികേടും ഒരു പരിഗണനയില്ലാതെയും നിസ്സംഗതയും തണുപ്പും അവഹേളനമൊക്കെ കാണിക്കുമ്പോൾ നമ്മളും പറയാറില്ലേ? അപ്പോൾ നമുക്കത് ഈ ഈശോയുടെ വേദനയെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾ പറയും, അവൻ നന്ദിയില്ലാത്തവനായി പോയി എന്ന് പറയും. ഇവിടെ ഈശോ അങ്ങനെയല്ല. ഈശോ വീണ്ടും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഈ സഹോദരന്മാരെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നന്ദിയില്ലാത്തവരെ കണ്ടാൽ പോലും വീണ്ടും അവരെ സ്നേഹിക്കണം, ഈശോ സ്നേഹിച്ചതുപോലെ എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുക. വീണ്ടും നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈശോ വിശുദ്ധ മേരി മാർഗരറ്റിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്, തൻ്റെ ദർശനത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ഈ അവഹേളനവും നന്ദിഹീനതയും നിസ്സംഗതയും തണുപ്പുമൊക്കെ പീഡാനുഭവ സമയത്ത് അനുഭവിച്ചതിനേക്കാളൊക്കെ വേദനാജനകമായൊരു വേദനയാണ് നൽകുന്നത് പറയുകയാണ്. മനുഷ്യൻ്റെ നിസ്സംഗതയ്ക്കും നന്ദികേടിനും ഈശോയുടെ കുരിശിനേക്കാൾ വലിയ വേദനയും ദുഃഖവും നൽകുന്നതെന്ന് വ്യക്തമാക്കുകയാണ്. ഇത് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ കാര്യമാണ് ഈ 165-ാമത്തെ ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. 166-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് നമ്മുടെ പഠനം പ്രവേശിക്കാം. ആമുഖത്തിൽ പറഞ്ഞിരുന്നു 165-ഉം 166-ഉം വിലാപവും പ്രാർത്ഥനയും എന്ന് പറയുന്ന ഒരു ഖണ്ഡികയിലാണ് പോരുക. ഈശോയുടെ മനുഷ്യൻ്റെ സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹത്തെക്കുറിച്ചാണ് ഈ ഖണ്ഡിക പറയുക. ഈശോയ്ക്ക് മനുഷ്യൻ്റെ സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹം. പരിശുദ്ധ കുർബാനയിൽ മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാൻ തനിക്ക് അതിതീവ്രമായ ദാഹമുണ്ടെന്നും, എന്നാൽ തൻ്റെ സ്നേഹത്തിന് പകരം സ്നേഹം നൽകി ഈ ദാഹം ശമിപ്പിക്കാൻ ആരെയും കണ്ടെത്തിയിട്ടില്ല എന്നും ഈശോ വെളിപ്പെടുത്തുകയാണ്. എത്രയോ വേദനാജനകമായ, അല്ലെങ്കിൽ ഈശോയുടെ തീവ്രമായ ആഗ്രഹത്തെ ഇവിടെ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധ കുർബാനയെ മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുവാൻ തനിക്ക് അതിതീവ്രമായ ദാഹമുണ്ട്. നമുക്കറിയാം, ഈശോ കുരിശിൽ കടന്നുകൊണ്ട് അവസാനം പറഞ്ഞ വാക്കുകളാണ്, എനിക്ക് ദാഹിക്കുന്നു. അത് ആത്മാക്കളുടെ ദാഹമാണ്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണ്, അവരെ രക്ഷിക്കുവാനുള്ള വലിയ ദാഹമാണ്. അതേ ദാഹത്തെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുവാൻ തനിക്ക് അതിതീവ്രമായ ദാഹമുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ തൻ്റെ സ്നേഹത്തിന് പകരം സ്നേഹം നൽകി ഈ ദാഹം ശമിപ്പിക്കാൻ ആരെയും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുക. നമ്മൾ കണ്ടിരുന്നു പരിശുദ്ധ കുർബാനയുടെ ആരാധന വ്യാഴാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമായിരിക്കും പ്രത്യേകമായിട്ട്.
അതുപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് കാര്യമൊക്കെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോ സ്നേഹം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം ത്യാഗങ്ങൾ കൂട്ടാനോ കഠിനമായ കടമ നിർവഹിക്കാനോ അല്ല, മറിച്ച് സ്വമേധയാ സ്നേഹം തിരിച്ചു നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഈശോ സ്നേഹം ആവശ്യപ്പെടുന്നു പറയുമ്പോൾ ഈശോ ആ ഹൃദയം, ആ സ്നേഹം തിരിച്ചറിയുന്ന, സ്നേഹം തിരിച്ച് സ്നേഹിച്ചാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ത്യാഗങ്ങൾ കൂട്ടാനോ കഠിനമായ കടമകൾ നിർവഹിക്കാൻ ഒന്നുമല്ല ഈശോ അവിടെ പറയുക. ഒരു സ്വമേധയുള്ള സ്നേഹം തിരിച്ചു നൽകലാണ്. വിശ്വാസമുള്ള ഹൃദയം ഒരിക്കൽ ഈ സ്നേഹം തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം സ്വമേധയാ സ്നേഹത്തിൻ്റെ പ്രതികരണമായിരിക്കും. അതായത് ആരും നിർബന്ധിക്കാതെ സ്വയം സ്നേഹം തിരിച്ചു നൽകാൻ ആ ഹൃദയം മനസ്സിലാക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുക. അല്ലാതെ ത്യാഗങ്ങളുടെ എണ്ണം കൂട്ടുകയല്ല എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഈശോയെ സ്നേഹിക്കുക, ഈശോയിൽ ആശ്രയിക്കുക. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അവിടുത്തെ തിരുഹൃദയത്തിന് പരിപൂർണമായി വിട്ടുകൊടുക്കുക. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈശോ പഠിപ്പിച്ച സുവിശേഷമനുസരിച്ച് ജീവിക്കുക. ഈശോയ്ക്ക് നമ്മെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മെപ്പോഴും സ്നേഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ സക്രാരിയിലുണ്ട്, പരിശുദ്ധ കുർബാനയുടെ രൂപത്തിലുണ്ട്. സജീവ സാന്നിധ്യമാണ് നമ്മൾ പഠിച്ചിരുന്നു. രൂപങ്ങളൊക്കെ സജീവ സാന്നിധ്യമല്ല, ചൂണ്ടുപലകൾ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ മാത്രമാണ്. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട് നമ്മൾ പഠിച്ചിരുന്നു. ആ സജീവ സാന്നിധ്യമാവുന്ന ഈശോ നമ്മുടെ സ്നേഹത്തിന് ആഗ്രഹിച്ചുകൊണ്ട്, അതിതീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയോ 13 മാർപ്പാപ്പ പറയുന്നു, ക്രിസ്തുവിൻ്റെ തിരുഹൃദയം നമ്മെ സ്നേഹത്തിന് പകരം സ്നേഹം നൽകാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് പറയുക. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എനിക്ക് എൻ്റെ ദൈവത്തിൽ നിന്നും അവിടുത്തെ സ്നേഹത്തിൻ്റെ അപരിമിതമായ കൃപ ലഭിച്ചു. അതിൽ ചിലതിനോട് പ്രതികരിക്കണമെന്ന സ്നേഹത്തിനു പകരം സ്നേഹം തിരിച്ചു നൽകണമെന്ന അഭിലാഷം എന്നെ ചലിപ്പിച്ചു എന്നാണ് ലിയോ 13 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തിരുഹൃദയത്തിൻ്റെ പ്രതീകത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പകരം സ്നേഹം നൽകാനും പ്രേരിപ്പിക്കുന്നുവെന്നാണ് കൂടുതൽ വ്യക്തമാക്കുക. ഈ ഖണ്ഡികയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ഈശോ നമ്മോട് സ്നേഹം ആവശ്യപ്പെടുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചറിയുന്നൊരു ഹൃദയത്തിന് ഈശോയെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ലിയോ 13 മാർപ്പാപ്പയിലൂടെ ആ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുക. അതുപോലെ തന്നെ ഈശോ മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാനായിട്ട് അതിതീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള വലിയ സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് പരിശുദ്ധ കുർബാനയിലാണ് അവിടുത്തെ ആ സാന്നിധ്യം കൊണ്ട് നമ്മൾ ആയിരിക്കുന്നതും. ആ വലിയ ദാഹത്തെ ശമിപ്പിക്കാനായിട്ട് ആരെയും കണ്ടെത്തുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈശോ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യവുമാണ് ഈ ഖണ്ഡിക നമ്മൾ പ്രധാനമായും കണ്ടത്. 167 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ സഹോദരീ സഹോദരങ്ങളിലേക്ക് വ്യാപിക്കുക എന്നുള്ള തലക്കെട്ടിലാണ് ഇനി വരുന്ന ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഖണ്ഡികകൾ മുന്നോട്ട് പോവുക. ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഏറ്റവും നല്ല പ്രതികരണം നമ്മുടെ സഹോദരീ സഹോദരങ്ങളെ സ്നേഹിക്കലാണ് എന്ന് ഈ ഭാഗം വ്യക്തമാക്കുകയാണ്. സ്നേഹത്തിന് പകരമായി സ്നേഹം നൽകാനുള്ള ഏറ്റവും മികച്ചമായ മാർഗം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണെന്ന് ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് നമ്മൾ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു, സ്നേഹത്തിന് പകരമായി നൽകുന്ന സ്നേഹം, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പകരം നൽകുന്ന സ്നേഹത്തെക്കുറിച്ചാണ് 166 ഖണ്ഡികയിൽ കണ്ടത്.
ഇവിടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ സ്നേഹത്തിന് പകരം സ്നേഹം നൽകാനുള്ള ഏറ്റവും മികച്ച മാർഗമെന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 40 വാക്യം. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തത്. ഇവിടെ ക്രിസ്തുവിനെ നാം കാണുന്നത് സഹായം ആവശ്യമുള്ളവരിലൂടെയാണ്. അതായത് സ്നേഹത്തിന് പകരം സ്നേഹം നൽകുകയാണല്ലോ. ക്രിസ്തു എനിക്ക് തന്ന സ്നേഹം പകരമായി ഞാൻ സഹോദരന് കൊടുക്കുകയാണ്. അതിനൊരു മാർഗ്ഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എളിയ സഹോദരന് ചെയ്തു കൊടുത്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതായത് സഹായം ആവശ്യമുള്ളവരിൽ ക്രിസ്തുവിനെ നാം കണ്ടെത്താൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനം 5 അധ്യായം 14 വാക്യത്തിൽ നാം വായിക്കുന്നു. സ്നേഹം നിയമത്തിൻ്റെ സാരാംശമാണ് എന്ന് പറയുകയാണ്. ആ കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു പറയുകയാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഗലാത്തി 5:14. വീണ്ടും യോഹന്നാൻ്റെ 1 യോഹന്നാൻ 3:14 സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അതായത് ഇവിടെ സഹോദര സ്നേഹം നമ്മുടെ ഒരു ആത്മീയ നിലയുടെ അടയാളമായിട്ട് കണക്കാക്കുകയാണ്. ഒരു ആത്മീയ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട്. 1 യോഹന്നാൻ 3:14. വീണ്ടും 1 യോഹന്നാൻ 4:20 കാണുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതായത് ദൈവസ്നേഹം സഹോദര സ്നേഹത്തിലൂടെയാണ് പ്രകടമാകുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം 25:40, ഗലാത്തി 5:14, 1 യോഹന്നാൻ 4:14, 1 യോഹന്നാൻ 4:20 എന്നീ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരിശുദ്ധ പിതാവ് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഈശോയുടെ ഈ സ്നേഹത്തിന് പകരം സ്നേഹം നൽകാനായിട്ടുള്ള ഏറ്റവും മികച്ച മാർഗമെന്ന് പറയുന്നത് സഹോദരരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ്. അതിനുള്ള വചനത്തിൻ്റെ വെളിച്ചമാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഖണ്ഡികയിലൂടെ. 168 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റേതുപോലെ ആക്കുക എന്നാണ് ഇവിടെ പറയുക. ഈശോയുടെ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കണം. നമ്മുടെ സഹോദരീ സഹോദരങ്ങളോടുള്ള സ്നേഹം നമ്മുടെ സ്വന്തം പരിശ്രമത്തിൻ്റെ ഫലമല്ല, മറിച്ച് നമ്മുടെ സ്വാർത്ഥ ഹൃദയങ്ങളുടെ പരിവർത്തനം ആവശ്യപ്പെടുന്നു എന്ന് ഈ ഭാഗം ഊന്നി പറയുകയാണ്. ഇന്നലെ നമ്മൾ പശ്ചാത്താപത്തെക്കുറിച്ച് കണ്ടിരുന്നു. കുറ്റബോധമല്ല എന്നും സഹതാപപരമായ ഒരു ജീവിതമല്ല, ഒരു സ്വയം സഹതാപമല്ല എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതും കൂടെ വച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുകയാണ്. നമ്മുടെ സഹോദരീ സഹോദരരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പരിശ്രമത്തിൻ്റെ ഫലമല്ല, നമ്മൾ തന്നെ ഒരു അധ്വാനിച്ചെടുക്കുന്ന കാര്യം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം വഴിയായിട്ടാണ് ഈ പശ്ചാത്താപം ലഭിക്കുന്നതെന്നും അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ കടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് പറയുന്നു, നമ്മുടെ സഹോദരീ സഹോദരന്മാരെ സ്നേഹിക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വന്തം പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല, മറിച്ച് നമ്മുടെ സ്വാർത്ഥ ഹൃദയങ്ങളുടെ പരിവർത്തനം ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ ഈ സ്വാർത്ഥത വെടിഞ്ഞു സ്നേഹിക്കണം എന്ന് തന്നെ ഈശോ പറയുന്നത് കാര്യമാണ് പരിശുദ്ധ പിതാവിടെ സൂചിപ്പിക്കുക. ഈ തിരിച്ചറിവിലാണ് പലപ്പോഴും ആവർത്തിക്കുന്നൊരു പ്രാർത്ഥനയായിട്ട് മാറുന്നത്. ഈ തിരിച്ചറിവ്, അതായത് ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. മറ്റ് സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, പക്ഷെ നമ്മുടെ സ്വാർത്ഥ ഹൃദയങ്ങളിൽ നമ്മുടെ വ്യവസ്ഥകൾ വച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഹൃദയം, അതാണ് സ്വാർത്ഥ ഹൃദയം എന്ന് പറയുന്നത്.
ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വാർത്ഥത വെടിഞ്ഞ് വ്യവസ്ഥകൾ വെടിഞ്ഞ് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്, ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 5-ാമത് വാക്യത്തിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകാൻ നാം പ്രാർത്ഥിക്കണം. ഈശോയുടെ മനോഭാവം എന്തായിരുന്നു? മനുഷ്യകുലത്തിൻ്റെ രക്ഷ, ആദ്യം സ്നേഹിക്കുന്ന സ്നേഹം, വേദനയുടെ സമയത്ത് പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം. അതാണ് ഈശോയുടെ മനോഭാവം. ആ മനോഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് ഈശോയുടെ ഹൃദയം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരുക. അപ്പോഴാണ് നമുക്ക് സഹോദരി സഹോദരന്മാരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുക, സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അടുപ്പിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാനം. കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനല്ല, നമ്മുടെ മനോഭാവങ്ങളിൽ പരിവർത്തനം വരുത്തുന്നതിനാണ് പരിശ്രമിക്കേണ്ടതെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് പറയുകയാണ് പരിശുദ്ധ പിതാവ്, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അതായത് ഈ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറേ നല്ല കാര്യം ചെയ്യുന്നത് കാര്യമുണ്ടോ വെച്ചാൽ കാര്യമുണ്ട്, പക്ഷേ ഈശോയുടെ ഹൃദയം പോലെ ആകണമെങ്കിൽ കുറേ നല്ല കാര്യം ചെയ്യുന്നത് മാത്രമായില്ല, പക്ഷെ മറിച്ച് നമ്മുടെ മനോഭാവങ്ങളിൽ പരിവർത്തനം വരുത്തുന്നതിനാണ് പരിശ്രമിക്കേണ്ടതെന്ന് വ്യക്തമാക്കുകയാണ്. ഫിലിപ്പി 2:15 നമ്മൾ പഠിക്കാം നമുക്ക്. ഈശോ മിശിഹായ്ക്കുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഖണ്ഡിക നമ്മൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഒരു ഹൃദയ പരിവർത്തനം, സ്വാർത്ഥതയിൽ നിൽക്കുന്ന ഹൃദയത്തിൽ നിന്നും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ഈശോയുടെ ഹൃദയത്തിലേക്ക് ഒരു പരിവർത്തനം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് സഹോദരീ സഹോദരങ്ങളെ ഈശോ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. 169-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമാ സാമ്രാജ്യത്തിലെ ക്രൈസ്തവരുടെയും ജൂലിയാൻ ചക്രവർത്തിയുടെയും മാതൃകയാണ് ഇവിടെ പരാമർശിക്കുക. ക്രൈസ്തവർ റോമാ സാമ്രാജ്യത്തിലെ സമൂഹത്തിൻ്റെ അരികുകളിൽ കഴിഞ്ഞിരുന്ന ദരിദ്രരെയും പരദേശികളെയും ആദരവോടെയും സ്നേഹത്തോടെയും കരുതലോടെയും കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ഈ ഭാഗം വിശദീകരിക്കുകയാണ്. മതത്യാഗിയായ ചക്രവർത്തി ജൂലിയാൻ കത്തുകളിലൂടെ നടക്കുന്ന ഈ പരാമർശങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുക. മതത്യാഗിയായിരുന്ന ചക്രവർത്തി ജൂലിയാൻ്റെ കത്തുകൾ, ആ കത്തുകളുടെ തെളിവുകളാണ് ഇവിടെ ഈ ഖണ്ഡികയിൽ ചൂണ്ടിക്കാണിക്കുക. ക്രൈസ്തവർ അവരുടെ സ്വന്തം ആളുകളെ പോറ്റുന്നതിന് പുറമെ ഒരു സഹായവും ലഭിക്കാത്ത ദരിദ്രരെയും ആവശ്യക്കാരെയും തീറ്റുപോറ്റിയെന്ന് ജൂലിയാൻ അത്ഭുതത്തോടെ പറയുകയാണ്. ഒരു ചക്രവർത്തിയുടെ കത്തുകളുടെ ഭാഗമെടുത്തു വെച്ചാണ് പറയുന്നത്. ഒരു സഹായവും ലഭിക്കാത്ത ദരിദ്രരെയും ആവശ്യക്കാരെയും ഒക്കെ അവർ തീറ്റിപ്പോറ്റുകയാണ്. നമ്മൾ മുൻപ് പറഞ്ഞ ആ വലിയ ഈശോ ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം ക്രൈസ്തവർ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ അരികുകളിൽ താമസിച്ചിരുന്ന ദരിദ്രരെയും പരദേശവാസികളോടൊക്കെ ആദരവും കരുതലും സ്നേഹവും കാണിക്കുന്നത് കണ്ടിട്ട് മതത്യാഗിയായ ചക്രവർത്തി പറയുന്നതാണ്. ഇതിനെതിരെ മത്സരിച്ച് ക്രൈസ്തവരെ പോലെ ധർമ്മസ്ഥാപനങ്ങൾ തുടങ്ങാൻ ജൂലിയാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് കണ്ടിരുന്നു, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല മനോഭാവങ്ങൾ പരിവർത്തനം വരുത്തുന്നതാണ് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു. എങ്കിലേ ഈശോയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ക്രൈസ്തവർ ഇത് ചെയ്യുന്ന കണ്ടിട്ട് മതത്യാഗിയായ ചക്രവർത്തി ക്രൈസ്തവരെ പോലെ മത്സരിച്ച് ധർമ്മസ്ഥാപനം തുടങ്ങാൻ ജൂലിയൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. കാരണം ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ ആദരിക്കുന്ന ക്രിസ്തീയ ഉപവിക്ക് സമാനമായതൊന്നും
ജൂലിയാന പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ടായിരുന്നില്ല. അതായത് ഹൃദയ പരിവർത്തനം ഇല്ലാതെയായിരുന്നു ജൂലിയാൻ തൻ്റെ ഈ ധർമ്മസ്ഥാപനങ്ങൾ തുടങ്ങിയത്. അപ്പം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായല്ലോ. മുമ്പ് പറഞ്ഞ ഖണ്ഡിക 168 പറഞ്ഞ ഖണ്ഡികയിൽ ഈശോയുടെ മനോഭാവം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈശോയുടെ മനോഭാവം ഉണ്ടാവുകയുള്ളൂ. ഇത് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആധികാരികതയെ എടുത്തു കാണിക്കുകയാണ്. അതാണ് 169 ഖണ്ഡികയിൽ പറയുക. 168 പറഞ്ഞ ഒരു പ്രധാന കാര്യത്തെ വളരെ ഉദാഹരണ സഹിതമായിട്ട് പരിശുദ്ധ പിതാവ് ഇവിടെ കാണിച്ചു തരികയാണ്. കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, മനോഭാവങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. ഈശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആകണമെങ്കിൽ. 170 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തു കൊണ്ടുവന്ന നവീകരണവും ദരിദ്രരോടുള്ള സ്നേഹവും ഈ ഖണ്ഡികയെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുകയാണ്. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിലൂടെ ഈശോ ഓരോ വ്യക്തിയെയും, പ്രത്യേകിച്ച് അയോഗ്യരെന്നു കരുതപ്പെട്ട അന്തസ്സിനെ അംഗീകരിക്കാതിരുന്ന ഒരു മനുഷ്യകുലത്തെ അവരുടെ അന്തസ്സിനെ അംഗീകരിക്കുന്ന മഹത്തായ നവീകരണം കൊണ്ടുവരുന്നു എന്ന് ഈ ഖണ്ഡിക പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകമായിട്ട് പറയുക. മനുഷ്യ ചരിത്രത്തിലെ ഒരു പുതിയ സിദ്ധാന്തം ഇവിടെ അവതരിപ്പിക്കുകയാണ്. വ്യക്തികൾ ദുർബലരും പരിഹസിക്കപ്പെടുന്നവരും യാതന പേറുന്നവരുമാകുമ്പോൾ നമ്മുടെ ആദരവിനും സ്നേഹത്തിനും അവർ കൂടുതൽ യോഗ്യരാകുമെന്ന ചിന്ത. എത്രയോ അഗാധമായ ആഴമുള്ള ഒരു പുതിയ സിദ്ധാന്തം പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ദുർബലരാകുന്ന സമയങ്ങളിൽ, പരിഹസിക്കപ്പെടുന്ന സമയങ്ങളിൽ, യാതനയിൽ കൂടുതൽ ആഴപ്പെടുന്ന സമയങ്ങളിൽ ആ വ്യക്തി ആദരവിനും സ്നേഹത്തിനും കൂടുതൽ യോഗ്യരാകുമെന്ന് പഠിപ്പിക്കുകയാണ്. ഈശോ അങ്ങനെയല്ലേ? പറുദീസ നഷ്ടപ്പെട്ട ആദിമാതാപിതാക്കളുടെ പാപം മൂലം പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യകുലത്തിനെ യോഗ്യരാക്കുന്നതിനു വേണ്ടി നമുക്ക് വേറൊരു മാർഗമില്ല. ദുർബലരായി ആ പറുദീസയിലേക്ക് കയറാനായിട്ട് യാതന പേറുകയാണ്. അവിടെയാണ് ക്രിസ്തു നമ്മളെ യോഗ്യരാക്കാൻ വേണ്ടി, നമ്മളെ ആദരിക്കാൻ വേണ്ടി ഈശോയുടെ സ്നേഹത്തിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി അവൻ കടന്നു വന്ന് നമ്മെ യോഗ്യരാക്കി മാറ്റിയത്. ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ, അതായത് മുമ്പിൽ പറഞ്ഞ മനുഷ്യചരിത്രത്തിൽ പുതിയ സിദ്ധാന്തമെന്ന് പറയുന്ന പരിഹസിക്കപ്പെടുന്നവരും ദുർബലരും യാതന പേർന്നവരുമായ ആളുകളെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ സ്നേഹവും ആദരവും കൊടുക്കാനായിട്ട് അവർ യോഗ്യരാകുമെന്ന ചിന്ത, ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അനാഥർ, വയോധികർ, മനോരോഗികൾ, മാറാരോഗികൾ, ഗുരുതര വൈകല്യമുള്ളവർ, തെരുവിൽ കഴിയുന്നവർ എന്നിങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പരിചരണ കേന്ദ്രങ്ങൾക്ക് ജീവൻ വയ്ക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ മുഖം തന്നെ മാറ്റിയ ഒരു ചിന്തയാണ്. നമ്മുടെ ഈ ചുറ്റുവട്ടമുള്ള ധാരാളം സ്ഥാപനങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടി ആ സ്ഥാപനം നടത്തുന്നത് എന്ന ചോദ്യത്തിന് വലിയൊരു ഉത്തരം പരിശുദ്ധ പിതാവ് ഇവിടെ നൽകുകയാണ്. ഇങ്ങനെ ദുർബലരാകുന്നവരെ, പരിഹസിക്കപ്പെടുന്നവരെ, യാതന അനുഭവിക്കുന്നവരൊക്കെ അവർ കൂടുതൽ ആദരവിനും സ്നേഹത്തിനും യോഗ്യരാണെന്ന ചിന്തയുള്ളതുകൊണ്ടാണ് സന്യസ്തരും വൈദികരും അൽമായരും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തി ഈശോയുടെ സ്നേഹം അവർക്ക് നൽകാനായിട്ട് ശ്രമിക്കുക. കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ, മദർ തെരേസയെക്കുറിച്ച് നമുക്കറിയാം. ലോകത്തിൻ്റെ മുഖം തന്നെ മാറ്റിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ മാനവചരിത്രത്തിലെ പുതിയ സിദ്ധാന്തമെന്ന് പറഞ്ഞിരിക്കുന്നത് വ്യക്തികൾ ദുർബലരും പരിഹസിക്കപ്പെടുന്നവരും മനുഷ്യരൂപം പോലും നഷ്ടപ്പെടും വിധം യാതന പേർന്നവരുമാകുമ്പോഴാണ്.
നമ്മുടെ കൂടുതൽ സ്നേഹത്തിനും ആദരവിനൊക്കെ യോഗ്യരാകുമെന്ന് പറഞ്ഞിരിക്കുക. ആദരവ് മനുഷ്യർക്ക് നൽകുവാൻ സാധിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുകയാണിത്. അതാണ് ഈശോ കണ്ടെത്തിയത്. ഈശോ ഈ എൻ്റെ പരസ്യ ജീവിതകാലത്ത് ആ സമൂഹം മുഴുവനും പരിഹസിച്ചവർ, മാറ്റി നിർത്തിയവർ, യാതനയിലായിരിക്കുന്നവർ, ഇവരുടെ അടുത്തേക്കല്ല ഈശോ കടന്നു ചെയ്യുന്നത്. ദുർബലരായവർ, പാപിനിയായ സ്ത്രീയെ ഈശോയുടെ അടുത്ത് വരുമ്പോൾ പരിഹസിക്കുന്നുണ്ട്. അവനെ സ്പർശിക്കുന്നത് ആരാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മറിയത്തെക്കുറിച്ച് 136 കണ്ണികയിൽ ആ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോയി നോക്കിയാൽ പഠിക്കാൻ നമുക്ക് നല്ലതാണ്. ദുർബലരായിരുന്നവർ, യാതന പേറുന്നവർ, അവരോടൊക്കെ ഈശോ അടുത്ത് ചെന്ന്, ഈശോയെക്കുറിച്ച് പറയുന്നതാണ്, ദൈവത്തെ അടുത്ത് ചെന്ന്, ദൂരെ പോയോ നിൽക്കുന്നവരല്ല, അടുത്ത് ചെന്ന് അവരെ തൊട്ട് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്ന ഈശോയാണ് നമുക്ക് കാണുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈശോ കണ്ടെത്തിയ വഴി അതാണ്. നല്ല സമറായൻ്റെ ഒരു ഉപമയിലും പറയുന്നുണ്ടല്ലോ ഈശോ പറയും, അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി അവനെ സത്രത്തിൽ കൊണ്ടാക്കുന്ന നല്ല ഇടയൻ. അതുതന്നെയാണ് ഈ പറയുന്ന നമ്മളുടെ ചുറ്റുവട്ടം കാണുന്ന അനാഥ മന്ദിരങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസിക അധിവാസ കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഈശോയുടെ ആ സ്നേഹം ഈ ദുർബലരായവർക്ക്, കൂടുതൽ യോഗ്യരാക്കപ്പെടുന്ന വ്യക്തികൾക്ക്, തങ്ങളുടെ അയോഗ്യത മൂലം മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുമ്പോൾ, യാതനയിൽ വരുമ്പോൾ കൂടുതൽ ഈശോയുടെ സ്നേഹത്തിനും ആദരവിനും യോഗ്യരാക്കപ്പെടുന്നവരെ അത് അർഹിക്കുന്ന വിധത്തിൽ അവരെ പരിചരിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന കേന്ദ്രങ്ങളാണ്, പരിചരണ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തമ്പുരാൻ്റെ സ്നേഹത്തെ കൂടുതൽ കൂടുതൽ കൊണ്ടുവരുന്ന നവീകരണത്തിൻ്റെ വഴികളാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരാൾ ബലഹീനനായി നിൽക്കുന്ന കാണുമ്പോൾ അവരെ പരിഹസിക്കുകയല്ല, ദുർബലരാണെന്ന് കാണുമ്പോൾ അവരെ ചവിട്ടിയരയ്ക്കുകയല്ല, യാതന പേടുന്നവരാണെന്ന് അറിയുമ്പോൾ അവരെ കൂടുതൽ വേദനിപ്പിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആദരവിനും സ്നേഹത്തിനും അവർ കൂടുതൽ യോഗ്യരാകണമെന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിനോട് അനുരൂപമായ ഹൃദയമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു നിമിഷം നമുക്ക് ചിന്തിച്ച് നോക്കാം. നമുക്കിങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാവം എന്താണ്? മനോഭാവത്തിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം, നമ്മുടെ മനോഭാവം എന്താ ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ, ഇങ്ങനെയുള്ള സ്ഥാപനം നടത്തുന്നവരെ കാണുമ്പോൾ? ഒന്നാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരുടെ യാതനകളിലേക്കുള്ള പ്രചോദനം സ്വീകരിക്കണമെന്നിവിടെ പറയുകയാണ്. നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്ത ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ യാതനകളിലും ആവശ്യങ്ങളിലും കൂടുതൽ ശ്രദ്ധാലുക്കളാകാൻ നമ്മെ പ്രചോദിതരാക്കുകയാണ്. ഏറ്റവും മനോഹരമായ, അതായത് സഹോദരങ്ങളെ, ഈശോയെ സ്നേഹിക്കുന്നവൻ സഹോദരങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാര്യം ഇവിടെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 8:17 അടിസ്ഥാനത്തിലാണ്, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പരിശുദ്ധ പിതാവ് ഈ കാര്യം പറയുന്നത്. നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച്, മുറിവേറ്റ ഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളിലും ആവശ്യങ്ങളിലും കൂടുതൽ ശ്രദ്ധാലുക്കളാക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഹൃദയ പരിവർത്തനം, മനോഭാവത്തിൽ വന്ന പരിവർത്തനം ഉണ്ടായവർക്കുള്ള ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കാനും അവിടുത്തെ വിമോചന പ്രവർത്തനങ്ങളിൽ ആകാനുമുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ഈ ധ്യാനം വഴി ദൃഢീകരിക്കപ്പെടുകയാണ്. സ്നേഹം പ്രചരിപ്പിക്കണം,
ഈശോയുടെ വിമോചന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. ഈ 2 പരിശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് നമ്മുടെ ഹൃദയത്തെ ഈശോ പരുവപ്പെടുത്തിയെടുക്കുകയാണ്. എങ്ങനെ? നമ്മുടെ ബലഹീനകൾ ഏറ്റെടുത്ത ക്രിസ്തുവിനെക്കുറിച്ച് ധ്യാനിക്കാൻ പറഞ്ഞുകൊണ്ട്. അത് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്വാന്തനിപ്പിക്കുന്ന ഒരു ഭക്തിയെക്കുറിച്ച് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ 4-ാമത്തെ അധ്യായത്തിലാണ് കണ്ടത്, കൂടുതലായിട്ടും കണ്ടത്. അതിൽ നിന്നും മാറി സഹോദരങ്ങളെ സ്വാന്തനിപ്പിക്കുന്ന ഒരു ഭക്തിയിലേക്ക്, പ്രവൃത്തിപഥത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മസമർപ്പണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്കായി നമ്മുടെ ജീവൻ നൽകാൻ നാം തയ്യാറാകണമെന്ന ചോദ്യം സ്വാഭാവികമായി നമ്മൾ ഉണരും. അപ്പോഴാണ് യഥാർത്ഥ പ്രേക്ഷിതനായി നമ്മൾ മാറുക. യഥാർത്ഥ പ്രേക്ഷിതനായി മാറുന്നത് അപ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ആത്മസമർപ്പണം അതൊരു പ്രേക്ഷിത യാത്രയായിരുന്നല്ലോ. സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള ഒരു മനുഷ്യാവതാര യാത്ര. പിന്നെ ഈശോയുടെ ജീവിതം മുഴുവനും ഒരു സാധാരണ മിഷണറിയെ പോലെ ഒരു പ്രേക്ഷിത യാത്ര ആരംഭിക്കുകയാണ്. കാലിത്തൊഴുത്തിൽ, എളിമയുടെ കാലിത്തൊഴുത്തിൽ മുതൽ കാൽവരി വരെയുള്ള യാത്ര മുഴുവനും എളിമയുടെ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളതാണ്. ഒന്ന് എളിമപ്പെട്ടുകൂടാ, പീഡകൾ സഹിച്ചുകൂടാ. ഈശോയുടെ 1 യോഹന്നാൻ 3:16 പറയുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്നാണ് സ്നേഹം എന്താണെന്ന് നാം പഠിക്കുന്നത്. സ്നേഹം എന്താണെന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഈ 1 യോഹന്നാൻ 3:16 പറയുന്ന പോലെയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്നാണ് സ്നേഹം എന്താണെന്ന് നാം പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ സ്വാർത്ഥത, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കെന്നെ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്നതിനനുസരിച്ചല്ല നമ്മൾ സ്നേഹിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലായെന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കാണാമല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ മറ്റുള്ളവർ അംഗീകരിക്കുകയും പരിഗണിക്കുകയും എനിക്കെല്ലാം ചെയ്തു തരികയും ചെയ്യുമ്പോഴാണ് ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന് മനസ്സിലായെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പഠിക്കേണ്ടത് എവിടെ നിന്നാണെന്ന് 1 യോഹന്നാൻ 3:16 പറയുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്നാണ് സ്നേഹം എന്താണെന്ന് പഠിക്കുന്നത്. പ്രിയ സഹോദരരെ, നമുക്ക് നമ്മുടെ ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കടന്നു പോവുക. നമ്മുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ ഈശോയോടുള്ള ഒരു സ്നേഹം, ആ സ്നേഹത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലൂടെയാണ് നമ്മൾ ഈ പ്രതികരണം നടത്തേണ്ടതെന്ന് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈശോയുടെ ഈ സ്നേഹത്തിന് സ്നേഹം നൽകാതെ വരുമ്പോൾ, നന്ദികേടും നിസ്സംഗതയൊക്കെ കാണിക്കുമ്പോൾ ഈശോ നല്ലതുപോലെ വേദനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സ്നേഹിക്കപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഈ സ്നേഹം, ഈശോയുടെ സ്നേഹം സഹോദര സ്നേഹത്തിലൂടെയാണ് നൽകേണ്ടതെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു. ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെ ആക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. ചില ഉദാഹരണങ്ങളുണ്ട്. റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയാൻ്റെ ഉദാഹരണം കണ്ടു. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചു, പക്ഷേ അവൻ വിജയിച്ചില്ല. കാരണം അവൻ്റെ മനോഭാവത്തിൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഒരു ആധികാരികതയില്ലായിരുന്നു. പിന്നെ സാധാരണ മനുഷ്യരെ കാണുമ്പോൾ, വേദനിക്കുന്നവരെ കാണുമ്പോൾ, സങ്കടപ്പെടുന്നവരെ കാണുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. അവർ കൂടുതൽ യോഗ്യതയുള്ളവരാണ് തീരെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയുള്ള പരിചരണ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് കണ്ടു. ഈശോയുടെ സ്നേഹം യോഗ്യതയോടെ അവർക്ക് ലഭിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ്. അങ്ങനെ മറ്റുള്ളവരുടെ യാതനകളിലേക്ക് കൂടി നമ്മൾ കടന്നു ചെല്ലാനായിട്ട് ഈശോയോ നമുക്ക് വേണ്ടി സഹിച്ചതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ മതി എന്നൊക്കെ കണ്ടു. ഇത്ര ആഴത്തിലുള്ള
ക്ലാസ്സുകളായിരുന്നു, ധ്യാനമായിരുന്നു ഇന്ന് നമുക്ക് തമ്പുരാൻ നൽകിയത്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.